ഒരാള് ഭീരുവാണെന്നിരിക്കട്ടെ. ഭീരു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ പേടിച്ച് പിന്തിരിഞ്ഞോടുന്നവൻ. അപ്പോൾ ഹുദാമുല്ലാമതിൽ ഒരു പണി ഏൽപ്പിച്ചു, അതും എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഭീരുവാണ്. അതിൻ്റെ അശ്രദ്ധനാണെന്നുള്ള വേറെ കാര്യം. പക്ഷെ ഭീരുത്വം, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അയാളെ ഉത്തരവാദിത്വം, ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നിലയിൽ അയാൾക്ക് നടത്താൻ കഴിയണം. കഴിയുന്നില്ലെങ്കിൽ അയാൾ ഭീരുവാണ്. ആ ഭീരു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അയാൾ അഭിനയിച്ച് കാണിക്കണം. ഭീരുവായൊരുത്തും നെഞ്ചു വിരിച്ച് നടക്കണം, തല ഉയർത്തി നടക്കണം, എനിക്ക് ധൈര്യമുണ്ടെന്ന് സ്വന്തം കാണിക്കണം. അപ്പൊ തന്നെ അകത്ത് വരും. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു രസകരമായൊരു കഥ പറയുന്നു. താൻ വായിച്ചൊരു ഗ്രന്ഥത്തിൽ നിന്ന്. അമേരിക്കയിൽ ഒരാളൊരു നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടി പഠിച്ച് നല്ല നിലയിൽ പാസ്സായപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല പഠിച്ചൊരുത്തനാണ്. അയാൾ ഹെഡ് മാസ്റ്ററാക്കി ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ഹെഡ് മാസ്റ്റർ ആയപ്പോൾ അതിൻ്റെ പ്രധാന അധ്യാപകനായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ അയാൾ അങ്ങേയറ്റം വിനയനാണ്, അങ്ങേയറ്റം ദയുള്ള ആളാണ്. അതുകൊണ്ട് പണി നടക്കുന്നില്ല. ആ സ്കൂളിൻ്റെ എല്ലാ ചിട്ടകളും ഇല്ലാതായി ഏറ്റവും മോശപ്പെട്ട ഒരു കണ്ടീഷനിലേക്ക് പോയി. അങ്ങനെ ഇദ്ദേഹം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച അദ്ദേഹം തനിക്ക് കഴിവുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്, പക്ഷെ പ്രവർത്തനത്തിൽ കഴിവില്ല. അവിടെ സൈക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, നീ പല്ല് കടിച്ചിരിക്കണം എപ്പോഴും. സാറ് ഞാൻ കടിച്ചിരിക്കലുണ്ടല്ലോ, ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ പല്ല് കടിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പല്ല് കടിച്ചിരുന്ന് 6 മാസത്തോളം അങ്ങനെ കടിച്ചിരുന്നു. ആര് വന്നാലും പല്ല് കടിച്ചിരിക്കാൻ. അത് ചിരിക്കണില്ല ആള്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അയാൾ ആളോട് ചിരിക്കാതെ അയാൾക്കൊരു കാഠിന്യത്തിൻ്റെ ഒരു സ്വഭാവം അയാളുടെ മനസ്സിലുണ്ടായി. അതിനുശേഷം അയാൾ ഏറ്റവും നന്നായി വർക്ക് ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല പറഞ്ഞത്, നടന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള പലതും അഭിനയിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഓർക്കുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ കാര്യത്തിലും കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സംഗതിയാണ്, ഫോർമുലയാണിത്. നമസ്കാരത്തിൽ കരയാൻ അറിയില്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കരയും, തന്നെ കരച്ചിൽ വരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് കുറവാണോ നമുക്കുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ഗുണത്തെ അഭിനയിക്കുക എന്നുള്ള. അപ്പൊ അത് അഭിനയിക്കുമ്പോൾ സ്വയമായിട്ട് നമുക്ക് അതിൻ്റെ അവസ്ഥ ഉണ്ടാവും. ധൈര്യമില്ലാത്തവരുത്തൻ ധൈര്യമുള്ള മാതിരി നടക്കുക. ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് കൊണ്ട് അതിന് രക്ഷപ്പെടാം. രണ്ടാമത്തെ ഒരു കാര്യം, താൻ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആരെയാണോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്നേഹത്തിൽ കൂടുതൽ സ്നേഹിക്കാം. നമുക്കൊരാളോട് സ്നേഹമുണ്ട്, അതൊന്നുകൂടെ വർദ്ധിപ്പിക്കുക, കൂടുതൽ വർദ്ധിപ്പിക്കുക. അപ്പം ഒരാൾക്ക് കുടുംബത്തോടുള്ള സ്നേഹം, കുടുംബത്തിലുള്ള ആ സ്നേഹത്തിൽ അയാൾ കൂട്ടുക. അപ്പോൾ ആ കൂട്ടുന്ന സ്നേഹം എങ്ങനെയാണ്? റബ്ബിന് വേണ്ടിയാണ് ഞാൻ കൂട്ടുന്നതോടെ മനസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരു ഭാഗത്ത് വളരും. ഈ സ്നേഹം നമുക്ക് കൂട്ടുന്നതിൽ വിഷമം ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് അള്ളാഹിൻ്റെ സ്നേഹം വളരുന്നുണ്ടാവും, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ സ്നേഹിക്കണം എന്നുള്ള വരുമ്പോൾ അള്ളാഹുവിനുള്ള സ്നേഹം ഒരു ഭാഗത്ത് വളർന്നു വരും, അതും കൂടി കിട്ടും. ഇതിനെ മജാസി മുഹബത്ത് എന്ന് സൂഫികൾ പറയുന്നുണ്ട്. അതായത് മജാസി ആയിട്ട് ആരെങ്കിലും ഒരാൾ അള്ളായിട്ട് കാണുന്നതാണ് അവർ പറഞ്ഞത്. അത് നല്ല സംഭവമല്ല. താൻ മജാസി ആയിട്ട് കാണാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് സ്നേഹിക്കുന്ന ആളെ ഒന്നുകൂടെ സ്നേഹിക്കുക. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് നമ്മൾ നല്ല നിലയ്ക്കാണ് പെരുമാറാറുള്ളത്. പക്ഷെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പെരുമാറുക, അപ്പോൾ ആ സ്നേഹം കൂടും. നമ്മളുടെ അടുത്ത ബന്ധുക്കളോട് നമ്മൾ നല്ല നിലയിലാണ് പെരുമാറുന്നത്, സ്നേഹിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ സ്നേഹിക്കുക. ഇതുകൊണ്ട് അത് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും. ഇനി ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ രംഗത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അടുത്തത്, ഈ ഒരു പ്രശ്നം വരുമ്പോൾ അത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യണമെന്ന് വിചാരിക്കുന്നു, ഇച്ഛാഭംഗം നേരിട്ട് നമ്മൾ പുറകോട്ട് പോകുന്നു. ഇത് വരുമ്പോൾ ഖലീഫത്തുൽ സാനി അടുത്തൊരു വിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. दूसरी चीज जिसके लिए अपनी रूहानियत की इस्लाह की गरज से इंसान कोशिश करता है, अमाल की इस्लाह है. ഇത് നമ്മൾ മുഹബത്തിനെ കുറിച്ചാണ് ഇത്രയും ചർച്ച ചെയ്തത്.
ഇനി മറ്റൊരു സംഗതി, നമ്മളെ അമലുകൾ, നമ്മളെ പ്രവർത്തനങ്ങൾ ഇസ്ലാഹ്, അതിൻ്റെ നല്ല പരിവർത്തനങ്ങൾ, നല്ല പ്രവർത്തികൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മെനക്കെടും, അത് നടക്കൂല. അള്ളാഹനെ സ്നേഹിക്കണമെന്ന് വിചാരിച്ചിട്ട് സ്നേഹത്തിലാണ് ബാക്കിയൊക്കെ ഉണ്ടാവുന്നില്ല, സ്നേഹിക്കാൻ കഴിയാത്ത പ്രശ്നം, അതിനുള്ള ചികിത്സ പറഞ്ഞു. പക്ഷെ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നല്ലത് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ച് മെനക്കെട്ട് പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാഹ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഹൃദയത്തിൻ്റെ ശുദ്ധിയായിരുന്നു നേരത്തെ ഉള്ളത്. ഹൃദയശുദ്ധി കിട്ടാത്തതിന് കാരണം അള്ളാഹിൻ്റെ സ്നേഹമില്ലായ്മ. സ്നേഹം കിട്ടിയ ഹൃദയശുദ്ധി കിട്ടും, കിട്ടാനുള്ള വഴിയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം കൺഫ്യൂഷൻ ഇല്ലാതായി കാണും. അടുത്തത് അമലുകൾ ചെയ്യുമ്പോൾ അത് ശരിയായി കിട്ടാത്തൊരവസ്ഥ. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം നമുക്കുണ്ടാകാൻ പോകുന്നത് ഹുസൂർ പറയുന്ന അവിടെ, जो शख्स कहता रहता है कि मैंने फलां काम करना है मगर कर नहीं सकता. ഒരാൾ പറയുന്നു ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുന്നു, പക്ഷെ അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. तो उसकी बेबसी साबित होता है, അയാളുടെ നിസ്സഹായത അവിടെ സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. कि उसमें या तो ഒന്നുകിൽ അയാളിലുള്ള കാരണം उसका कब्ज़ इरादा पर नहीं रहा, അയാളുടെ ഇച്ഛയുടെ മുകളിൽ അയാൾക്ക് ശക്തിയില്ല. അയാൾക്ക് ഇച്ഛയുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ അയാൾക്ക് ശക്തിയില്ല. ഇൻസാൻ മേ ജോ മേ ഹെ, മനുഷ്യനിൽ ഞാൻ എന്നുള്ളൊരു ഭാവമുണ്ട്. വോ കംസൂർ ഹോ ഗയി, അത് ദുർബലമായി പോയി. ഇച്ഛ എന്നുള്ളതിനെ നടപ്പിൽ വരുത്തണമെന്ന് ഞാനുണ്ട്, ആ ഞാനിന് നഷ്ടപ്പെട്ടു പോയി, ഞാൻ ദുർബലനായിപ്പോയി. അപ്പോൾ നമ്മുടെ ഇച്ഛയുടെ മുകളിൽ ഭരണം നടത്തുന്ന അതിൻ്റെ അധിപനാണ് ഞാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇച്ഛ എന്നുള്ളത് കാവൽക്കാരനാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ എന്നുള്ളത്. ഞാൻ ദുർബലനാണെങ്കിൽ കാവൽക്കാരൻ അവൻ്റെ ഇഷ്ടം പോലെ പണിയെടുക്കും. കാവൽക്കാരൻ ദുർബലനാണെങ്കിലും പ്രശ്നം തന്നെയാണ്. അവിടേക്ക് പോവാം, ഇനി അങ്ങോട്ട് നീണ്ടു പോവാം. രണ്ടാമത്തെ ഒരു കാരണം, ഇതൊരു കാരണമാണ്, ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തതിനൊരു കാരണമാണ്. ഞാൻ എന്നുള്ളതില്ല, അയാളുടെ ഇച്ഛയുടെ മുകളിൽ അയാൾക്ക് ശക്തി ഇല്ലാതായിപ്പോയി. യാ ഫിർ മേ तो मजबूत है मगर ഇരാദ ബീമാർ ഹോ ഗയ, ഞാൻ ചെയ്യുമെന്ന് പറയും, പക്ഷെ അയാൾക്ക് ഇച്ഛാശക്തിയാണ് ഇല്ലാത്തത്. അവിടെ ഇച്ഛാഭംഗം സംഭവിക്കുന്നു. ഈ രണ്ടും സംഭവിക്കാം. ഇനി ഇതിന് എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അവർ 13 ചേരുവകൾ ചേർത്ത കഷായമാണെന്നാണ് സാനി പറയുന്നത്. ഈ 13 ചേരുവകൾ ഞാൻ ഖുർആൻ ഹദീസിനുമാണ് ചേർത്തിട്ടുള്ളത്. അത് 13 കൂട്ടിയിട്ട് നിങ്ങൾ കുടിച്ചെങ്കിലേക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യം കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്, എങ്കിലേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ ക്ലാസ് കുറച്ച് ടഫാണ്. പക്ഷെ സംഗതി എന്താ വെച്ചാൽ, നമ്മളുടെ ഇതിന് ഒരിക്കലും ഇത് ടഫാണെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എത്രയാണോ നിങ്ങളുടെ മനസ്സിൽ പതിയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അതിലേതാണ് നിങ്ങൾക്ക് പറ്റിയത് അത് എടുക്കുക എന്നുള്ളതാണ്. ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളതിന് മാർഗമുണ്ട്. അത് പഠിക്കലും അതിൻ്റെ പിന്നാലെ പിന്നെ തലപുണ്ണാക്കലല്ല, അതിന് വളരെ ഈസി ആയിട്ട് വളരെ മെത്തേഡുണ്ട്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കാരണം വേറൊന്നുകൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ ഇച്ഛാശക്തി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഞാനില്ലാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാരണം കൂടി ഉണ്ട്, ഇച്ഛാശക്തിയും ഞാനും കൂടി ഉണ്ട്, അതിൻ്റെ നടുവിൽ വേറൊരുത്തൻ കയറാൻ. അതായത് ഇപ്പോൾ ഒരുത്തൻ കള്ളുടിയനാണ്, അവൻ്റെ ഹാബിറ്റ് ചെയ്യണം എന്നുള്ള ഞാൻ ചെയ്യുന്ന ഉറപ്പന്നുണ്ട്. ഇച്ഛാശക്തിന് ചെയ്യുന്നുണ്ട്, അയാൾ കുടിക്കണില്ല പിന്നെ. പക്ഷെ രണ്ടാൾ കള്ള് കുടിച്ചവനെ കാണുകയാണ്. അവനതിൻ്റെ ഇടയിൽ കയറുമ്പോൾ അവൻ്റെ ഹാബിറ്റ് തിരിഞ്ഞു വന്ന് അവനും കുടിക്കാൻ തുടങ്ങും. അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അതിനകത്ത്. ചുരുക്കത്തിൽ 3 കാര്യങ്ങൾ നമുക്കിനി അതിനെ എങ്ങനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. ഞാനിനി ആവർത്തിക്കുന്നില്ല. ആദ്യം എന്നുള്ള ഞാൻ എന്നുള്ള ശക്തി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സ്ഥാനം ഉണ്ടായിരുന്ന 6 ഘടകങ്ങളുണ്ട്. സ്വഭാവത്തെ രൂപീകരിക്കുന്ന 6 ഘടകങ്ങളാണ് ആകെ ഉള്ളത്. അതിൻ്റെ വ്യത്യസ്ത കോമ്പിനേഷനാണ് എല്ലാ സ്വഭാവം എന്ന് പറഞ്ഞിരുന്നത്. അതിലൊന്ന് ഞാൻ പറഞ്ഞു ബഖ, നിലനിൽക്കാനുള്ള കഴിവ്, അതിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്.
ഞാൻ എന്നുള്ള ശക്തിയെ നിലനിർത്താൻ ഇച്ഛാശക്തിയുടെ മുകളിൽ ഭരിക്കേണ്ട ഞാനെന്നുള്ള ഒരു അഹം എന്ന ഭാവം, അഹംഭാവമല്ല, അഹം എന്ന ഭാവം, അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ബക, നിലനിൽപ്പിക്കുക എന്നൊരു, ഇപ്പോൾ നിങ്ങളൊരു പക്ഷിനെ വെട്ടിയിട്ട് പടയും, അത് നിലനിൽക്കാനുള്ള അതിൻ്റെ ശക്തിയാണ് അത് കടന്ന് പടയുന്നത്, അതിൻ്റെ ആഗ്രഹമാണ് അത് പടയുന്നത്. ഒരു പുഴുവിനെ മുറിച്ചിട്ട് അത്, പല്ലിയുടെ വാല് മുറിച്ചിട്ട് അത് പടയും. പ്രകൃതിയിൽ അതിന് നിലനിൽക്കാനുള്ള ഒരു ശക്തി, അതിൻ്റെ ഒരു ആഗ്രഹത്തെയാണ് അത് പ്രകടമാക്കുന്നത്. ഇതേപോലെ ഞാൻ ഇന്ന കാര്യത്തിൽ നിലനിൽക്കേണ്ടവനാണ് എന്ന് പറഞ്ഞ് പെടയുക എന്നുള്ളതാണ്, മനസ്സുകൊണ്ട് പെടയുക എന്നുള്ളതാണ് ഞാൻ എന്നുള്ളതിനെ നിലനിർത്താനുള്ള ഒരു കഴിവ്. ഞാനായി നിൽക്കുന്നിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നശിക്കാൻ പാടില്ല. ഈ ഒരു ബീഡിക്കുറ്റിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ കളയാൻ പാടില്ല. ഈ ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ഞാൻ നശിക്കാൻ പാടില്ല. ഈ വളരെ നിസ്സാരമായിട്ടുള്ള ഈ ഒരു ചെറിയ വിനോദത്തിന് വേണ്ടി ഞാൻ എന്നെ നശിപ്പിക്കാൻ പാടില്ല. അതിനുവേണ്ടി പെടയുക എന്നുള്ള, അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ നിലനിൽക്കാനുള്ള ഒരു ശക്തി, ബക്ക എന്നുള്ള ശക്തി അവനുണ്ടാവുന്നു. അടുത്തത് ഇഫ്ന, വേറൊരു ശക്തിയെ കുറിച്ച് പറഞ്ഞിരുന്നു, നശിപ്പിക്കുക എന്നുള്ളൊരു ശക്തി, സ്വഭാവത്തിന്റെ മറ്റൊന്ന്. നശിപ്പിക്കാനുള്ള ശക്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു തിന്മ അത് ഞാനല്ലാതാക്കി മാറ്റുന്നുവെങ്കിൽ അതിനെ ഞാൻ നശിപ്പിക്കേണ്ടവനാണ്. എനിക്കതിനോടുള്ള സ്നേഹമുണ്ട്, അതിനെ ഞാൻ നശിപ്പിച്ചു കളയും. എനിക്കതിനോടുള്ള ആർത്തിയുണ്ട്, അതിനെ ഞാൻ നശിപ്പിച്ചു കളയും. എനിക്കതിലൊരു സുഖമുണ്ട്, അതിനെ നശിപ്പിച്ചു കളയും. അങ്ങനെ മനസ്സിനെ തയ്യാറാക്കാനുള്ള. മൂന്നാമത്തെ സംഗതി ജസിബ് കി താക്കത്ത് കോ മസ്ബൂത്ത് കർണ ഹെ. വേറൊരു ശക്തി പറഞ്ഞ ജസിബ്, ആകർഷിക്കുക എന്നുള്ളൊരു ശക്തിയാണ് നമ്മൾ പറഞ്ഞത് അന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലുള്ളത്. സംഗതികളെ ആകർഷിക്കുവാനും വികസിക്കുവാനുള്ള കഴിവ്. മനുഷ്യന് എന്താണോ ആവശ്യമുള്ളത് അതിനെ ആകർഷിക്കാൻ വേണ്ടി അവൻ്റെ ഉള്ളിൽ നിന്ന് അത് നിശ്ചയമായും എനിക്കത് കിട്ടിയേ പറ്റുമോ എന്നുള്ളതിൽ അതിനെ പിന്നാലെ കൂടുക. തഹജ്ജുദ് നമസ്കരിക്കുന്ന ചെറുതായിട്ടൊന്ന് പറയാനെ കുറിച്ച്, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ, അവരുടെ പാർശ്വങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ബെഡിൽ നിന്ന് പൊന്തി വരുന്നു. ഒരു വല്ലാത്ത ഫ്രൈസാണത് അറബിയിലെ. അവൻ എണീറ്റ് പോയി നിസ്കരിക്കുന്നു പറഞ്ഞാൽ മതി, അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ കാമുകനല്ലേ കാമുകിയെ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹപാത്രത്തെ കാണുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അറിയാതെ നീച്ചു പോകും. നമുക്കറിയില്ല, നമ്മൾ തന്നെ നീച്ചു പോവാണ്. ഇതേപോലെ തൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ് അവൻ്റെ പാർശ്വങ്ങൾ പൊന്തി വരുന്നവർ. അവൻ എണീറ്റ് പോകുന്നു പറഞ്ഞില്ല. അള്ളാഹിനോടുള്ള സ്നേഹം, അവനെ ഉറക്കത്തിന് എണീക്കുമ്പോൾ റബ്ബിനെ കുറിച്ചുള്ള സ്നേഹം അവനെ പൊക്കിയെടുക്കുകയാണ്. അവിടുന്ന് അള്ളാഹിൻ്റെ അടുത്ത് പോയി കുനിയണം എന്നുള്ളത് ഒറ്റയടിക്ക് എണീറ്റ് പോവാണ്. ഈ ഒരു സ്നേഹമാണ് അള്ളാഹ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാ ഉഫ്സിയലഹും മിൻ ഖുർറത്തി അയ്യുനിൻ, അവരുടെ കണ്ണുകളിൽ വെച്ച കുളിർമകൾ എന്താണ് മറച്ചു വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതല്ല. അതൊരു സർപ്രൈസിന്റെ വിഷയമാണ്. നമ്മുടെ സ്നേഹപ്പെട്ട ആളെ ഒന്ന് പിക്ചറിൽ കൊണ്ടുവരും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ പെട്ടെന്ന് കാണുന്നത്, നമ്മൾ അറിയാതെ എഴുന്നേറ്റ് വരുമ്പോൾ അയാൾ നമ്മളെ സർപ്രൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു തോഫ, ഒരു സമ്മാനം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടോ? നമ്മൾ എണീറ്റ് ചെല്ലുമ്പോൾ അത് പൊക്കി കാണിക്കുമ്പോൾ എത്ര രസമുണ്ടോ? ഇതേപോലെ അള്ളാഹു നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന അനുഗ്രഹങ്ങളാണ് പിന്നെ ചെയ്യുന്നത്. ആ എണീറ്റ് കഴിഞ്ഞാൽ ആ സ്നേഹത്തിൽ നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ഒരു സ്നേഹത്തിന് വല്ലാത്ത, ഇതിലും വലിയൊരു വിവരണം സാധ്യമേ അല്ല പ്രേമത്തിൻ്റെ രംഗത്ത്. അവനെ ആ സ്നേഹം കൊണ്ട് അവൻ അറിയാതെ എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹ് അവനെ സർപ്രൈസ് ചെയ്യിക്കുന്ന മറ്റൊരു അനുഗ്രഹം അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാണ്. അതാണ് പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിന് കിട്ടുന്നത്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് തന്നെ ജസ്ബ് ചെയ്യിക്കാൻ, ആകർഷിക്കാൻ, ഇത്തരത്തിലുള്ള രംഗാവിഷ്കരണം നടത്തി ഏതൊരു നന്മയെക്കുറിച്ചുള്ള രംഗാവിഷ്കരണം ആദ്യം മനസ്സിൽ വെച്ച് അതിനങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി മനസ്സിനെ ഉത്തേജിപ്പിക്കാം. നെക്സ്റ്റ് അടുത്തത് ഖുവത്തെ മുഖാബിലേക്ക് മസ്ബൂത്ത് കരെ. നമുക്ക് വേറൊരു കഴിവുണ്ട്.
നമ്മളിപ്പോൾ ഒരാൾ പെട്ടെന്ന് അടിച്ച ഉടനെ തടുക്കും നമ്മൾ, അല്ല നിന്ന് കൊള്ളൂല. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കുള്ള കഴിവാണത്. ആ കഴിവ് നമുക്കെതിരായിട്ട് നിൽക്കുന്നതിനെ ശക്തമായിട്ട് അതിനെ തടുക്കും എന്നുള്ള ഒരു ശക്തിയെ നമ്മൾ ഉത്തേജിപ്പിച്ചെടുക്കുക. ഭാര്യ പറഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്, അതിനെ ഞാൻ എതിർക്കും. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി അതിനെ ഞാൻ എതിർക്കും. അല്ലെങ്കിൽ കുടുംബപരമായ സാഹചര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത്, അതിനെ ഞാൻ എതിർക്കും. എൻ്റെ സാമ്പത്തികമായ പരാധീനതകളാണ് എന്നെ ചെയ്യുന്നത്, ഇല്ല ഞാനതിനെ എതിർക്കും. അതിനെ എതിർക്കാനുള്ള ശക്തിയെ ഉത്തേജിപ്പിച്ചെടുക്കുക. ഇല്ല, അള്ളാഹിൻ്റെ തൃപ്തിയുടെ മാർഗത്തിൽ എന്ത് തന്നെ വന്നാലും ഞാൻ എന്തോ ആവട്ടെ, പക്ഷെ അതിനെ ഞാൻ എതിർക്കും എന്ന നിലയിലുള്ള ഒരു ഉത്തേജനം നടത്തുക. അടുത്തത് ഇസ്തിഖ്ലാൽ കി താക്കത്ത് കോ മസ്ബൂത്ത് കരെ. ഇസ്തിഖ്ലാൽ വളരെ പ്രയാസമുള്ളതാണ്. ഇസ്തിഖ്ലാൽ എന്ന സ്ഥിരത. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കൂടുതൽ ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും മനുഷ്യനെ കൊണ്ട് അടങ്ങേറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇസ്തിഖ്ലാലാണ്, സ്ഥിരതയാണ്. പക്ഷെ അതിനും ഒന്നൊഴിവാക്കാം. എന്തിനാണ് അതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിയണമായ സ്ഥിരത കാണിക്കാം. നമുക്കൊക്കെ ഇപ്പോൾ എന്തിനാണ് അതെന്ന് ചോദിച്ചാൽ അത് തിരിച്ച് വിടാം. ഇസ്തിഖ്ലാലിനെ സ്ഥിരതയുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് സ്ഥിരതയ്ക്ക് നേരെ എതിരെ വെക്കുന്ന, വിഷം കുത്തി വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഖുദാമുൽ അഹമ്മദിയെ അതിൻ്റെ ചിട്ട വട്ടത്തോടു കൂടി കൊണ്ടുപോകണമെന്നുള്ളത് ഇസ്തിഖ്ലാൽ പ്രയാസമാണ്. പക്ഷെ എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കാൻ പാടില്ല. സ്ഥിരത ഉണ്ടല്ലോ എന്നുള്ള അടുത്ത കാര്യമാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ടുപോകണം. എന്തിനാണ് അങ്ങനെ ചെയ്യണം അതാലോചിക്കാൻ പാടില്ല. കൃത്യമായി തന്നെ കൊണ്ടുപോകണം. അതിനൊരു സ്ഥിരത വേണം. അടുത്തത് മസ്ലിഹത്ത്, സമയത്തെക്കുറിച്ച്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. ഒരു 40 വയസ്സ് പ്രായമായ ഒരാൾക്ക് ഇനി ജീവിക്കാനുള്ള സമയം എത്രയാണ് എനിക്കുള്ളതെന്ന് ആലോചിക്കണം. 40 വയസ്സാവാത്ത ഒരാൾക്ക് തൻ്റെ ഏറ്റവും ശക്തിയുള്ള കാലം ഒരു 10-20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആ കാലാണ് എനിക്ക് ഏറ്റവും ടോപ്പിൽ എനിക്ക് പ്രവർത്തിക്കാനുള്ള കാലം എന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞാൽ എല്ലിനും മുള്ളിനൊക്കെ പ്രശ്നങ്ങളാണ്. എണീക്കുമ്പോൾ ഒന്നുമില്ലാതൊക്കെ ചാടി എണീറ്റാലും മുട്ടുകൂടെ വേദനിക്കുന്നുണ്ടാവും, കാട്ടുന്നുണ്ടാവില്ല, അത് വേറെ കാര്യമാണ്. കരുതിയമാതിരി കാലെടുത്ത് വെക്കാൻ കാല് വരുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മലക്കത്ത് മറിഞ്ഞുന്ന ആൾക്കാരാണ്. നിന്ന് നിലമ്പോൾ കുത്തൻ എങ്ങനെ നിന്ന് മറിയായിരുന്നു. ഇപ്പോൾ കയ്യില്ല. അപ്പോൾ ഇങ്ങനെ മറിയുമ്പോൾ വയറതിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് മറിക്കും, വഴിയിൽ വീഴേണ്ടി വരും. പക്ഷെ ആ ഒരു രംഗം വരുമ്പോൾ ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്, ഇനി ഇതുമില്ലാത്ത സമയമാണ്. രാത്രി എഴുന്നേറ്റ് ഇപ്പം നമസ്കരിക്കാം, പിന്നെ കസേരയും വേണം. കസേരയിൽ നിസ്കരിക്കാം, പക്ഷെ പിന്നെ കടക്കി തന്നെ കടന്ന് നിസ്കരിക്കണം. അപ്പോൾ മസ്ലിഹത്ത്, ആ സമയത്തെ, ഈ ഒരു സന്ദർഭത്തെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. ഗൾഫിൽ വന്നത് ഇതിനാണ്, പ്രശ്നമൊന്നുമില്ല, ഇവിടെ സമ്പാദിക്കാൻ എങ്ങനെ പോയാൽ മതി. പക്ഷെ നാട്ടിൽ ചെന്നാൽ ഇതും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ഭാഗത്തുകൾ അവിടെ കല്യാണത്തിന് പോകണം, നിശ്ചയത്തിന് പോകണം, അയൽവാസിയുടെ പ്രശ്നത്തേക്ക് ഇറങ്ങണം. വെറുതെ നടക്കും, മറ്റോ ഇൻകുലാബ് സിന്ദാബാദ് ഇറങ്ങുമ്പോൾ അവിടെ ഒന്ന് നിൽക്കണം. അപ്പോൾ ഈ കിട്ടുന്ന സന്ദർഭം ഇൽമിയായ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നിങ്ങൾ വിചാരിച്ച ടൈം ലിമിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണത്. അപ്പോൾ എവിടെയാണെങ്കിലും ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സന്ദർഭത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അത് പിന്നെ കിട്ടുന്നതല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യസനം തോന്നുന്നത് കണ്ണ് കാഴ്ചയുള്ള സമയത്ത് വായിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വായിക്കണമെങ്കിൽ കണ്ണാടിയും വെക്കണം, തിരിഞ്ഞും കിടക്കണം, മറിഞ്ഞും കിടക്കണം. മറിഞ്ഞു കിടന്ന വായിച്ചാൽ കണ്ണാടി ഇവിടെ മുട്ടും, ഇങ്ങോട്ട് തിരിഞ്ഞു പഠിച്ചാൽ പുറത്ത് മുട്ടും. മുമ്പിൽ വെച്ച് വായിച്ചാൽ കറക്റ്റ് പിടിച്ചാൽ തന്നെ കാണുള്ളൂ, അതിൻ്റെ അപ്പുറത്തൊക്കെ പിടിച്ചാൽ കാണില്ല. അതേസമയത്ത് കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് എന്തും ചെയ്യാമായിരുന്നു. ബസ്സിൽ നിന്ന് വായിക്കുക, ട്രെയിനിൽ നിന്ന് വായിക്കുക, ഏത് നടന്ന് വായിക്കായിരുന്നു. ഇപ്പം അതിന് പറ്റില്ല. അപ്പം അതേപോലെ നമ്മളുടെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി ആ ഒരു രംഗത്ത് എങ്ങനെ ഉപയോഗിക്കണം, ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല നഷ്ടപ്പെടും എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവണം. एहतियात, होशियारी, चौकस रहना, दूर अंदेशी, इन बातों को ज़हनी तौर पर पैदा करने की कोशिश करें, उससे भी अनानियत तरक्की करेगी. एहतियात എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത.
നമുക്ക് വരുന്ന അപകടങ്ങളെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കി അതിന് പോകാൻ നിൽക്കുക. ഹോഷിയാരി, കുശാഗ്രത, അതേപോലെ തന്നെ ചൗക്കസ്, ചുറുചുറുപ്പ്, ദൂരന്തേഷി, ദീർഘവീക്ഷണം. ഈ ഗുണങ്ങളെ എപ്പോഴും കുശാഗ്രതയും ചുറുചുറുപ്പും ദീർഘവീക്ഷണവും എപ്പോഴും ഈ ഗുണങ്ങളെ പരിപോഷിപ്പിച്ചെടുത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. ഇത് പോയാൽ എന്തുണ്ടാവുകയെന്ന്. ഇപ്പോൾ വണ്ടി സ്പീഡിലോട്ടുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചാൽ പിന്നെ ഓട്ടം വയ്ക്കില്ല. അത് ദൂരന്തേഷി, ആ ദീർഘചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എത്രയാണ് കാലം അമർന്നോട്ടെന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ചുറുചുറുപ്പുണ്ടെങ്കിൽ അവന് കിടന്നുറങ്ങാൻ പറ്റൂല, അവനെന്തെങ്കിലും പണിയെടുക്കും. കുശാഗ്രത അവനുണ്ടെങ്കിൽ, അവൻ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നെത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവന് കുറയും. അപ്പൊ ഈ ഗുണങ്ങളെ ഉത്തേജിപ്പിച്ചാലും ഞാൻ എന്നുള്ള ഭാവം വളർത്തിയെടുക്കാൻ കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തിയായ പദവികൾ വഹിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഖലിസ്ഥാനിയുടെ വാക്യം തന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. അപ്നി മദഹ് സെ നഫ്രത് കരെ, തങ്ങളെ സ്തുതിക്കുന്നവരെ വെറുക്കുക, തങ്ങളെ ശ്ലാഘിക്കുന്നവരെ വെറുക്കുക. നമ്മൾ നല്ല ആളാണെന്ന് പറയുന്നവനെ ഒഴിവാക്കുക. അവനെ അടുക്കാൻ അനുവദിക്കരുത്, കുഴപ്പമുണ്ടാക്കുവാൻ. എളുപ്പമുള്ള പണിയല്ല, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഏതാളാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. അയാൾ അനാനിയത്തെ, അയാൾ ഞാൻ എന്ന അഹം എന്ന ഭാവം നഷ്ടപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇവൻ ചെയ്യാത്തത് കൂടി ചെയ്യുന്നു. ഖുർആൻ അടുത്ത വരിയിലേക്ക് നീങ്ങുകയാണ്. പറയുന്നു, മദ ഇൻസാൻ അനാനിയത് കോ മാർ ദേത്തി ഹെ. ഒരാളെ സ്തുതിച്ച് ശ്ലാഘനീയ എന്നുള്ള അവസ്ഥ, ശ്ലാഘിക്കുന്ന അവസ്ഥ അയാളുടെ ഞാൻ എന്ന ഭാവത്തെ കൊന്നുകളയുന്നു. देखो ഖുർആൻ കരീം ക്യാ ലത്തീഫ് തൗർ पर ബയാൻ किया गया है. നോക്കുക, ഖുർആൻ എത്ര സൂക്ഷ്മമായിട്ടാണ് ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത്. വയുഹിബ്ബൂന അൻ യഹ്മദു ബിമാ ലം യഫ്അലു. അവർ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടി സ്തുതിക്കുന്നത് അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനത്തെ ആള് ജമാഅത്തിന്റെ ഭാരവാഹിയായി കുടുങ്ങിപ്പോയി. കാരണം ചെയ്യാത്തതിനെ കുറിച്ച് പറയണമെങ്കിൽ ചെയ്തതിനെ കുറിച്ച് പറയാൻ വേറെ ആളുണ്ടാവുമല്ലോ. അത്തരത്തെ ആളുകൾ അഗ്നിയുടെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്നാണ് പറഞ്ഞിട്ട് ഖുർആൻ. അപ്പം നമ്മളെക്കുറിച്ച് ശ്ലാഘിച്ച് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുന്ന ആൾക്കാരിൽ നിന്ന് ഒട്ടനെ ഓടിക്കൊള്ളണം. അടുത്ത് നിന്നാൽ കുടുങ്ങിപ്പോവും. അങ്ങനത്തെ ആളുകളാണ് നമ്മളെ പറ്റിക്കാറുള്ളത്. 2 ദിവസം വന്ന് നമ്മളെ നന്നായിട്ട് സ്തുതിച്ച് നല്ല മസ്കടിക്കും. 3-ാം ദിവസം അവൻ്റെ പ്രശ്നം പതുക്കെ വെക്കണ്ടേ അര കയറ്റി വെക്കും. 4-ാമത്തെ ദിവസം വേറൊരുത്തനേക്കാരും അത് കൊടുത്ത് കയറ്റി വെക്കുക. അവനും ആവില്ല. അവൻ പകുതി പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പറയില്ല മുഴുവൻ. അപ്പം നമുക്ക് ഉത്സുകത കൂടും. പിന്നെ വേറെ ഒരുത്തതൊന്നും ബന്ധമില്ലാത്ത അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ വിഷമം പറയാം. അപ്പം നമ്മൾ എന്ന് ചോദിക്കും എന്താണ്, നമ്മളെ പറ്റിച്ചാണ്. അറബി സാഹിത്യത്തിൽ വളരെ രസകരമായിട്ട് ഈ കഥ കവികൾ അവതരിപ്പിക്കേണ്ടത്. രാജാവ് കറുപ്പുള്ള കരിമുട്ടി പോലുള്ള ഒരു രാജാവ്, കാണാൻ ഒന്നും കൊള്ളാത്തവൻ. അപ്പോൾ ഒരു കവി എന്ന് കറുപ്പിനുമുണ്ട് അഴകെന്ന് പറഞ്ഞിട്ട് കവിത എഴുതുകയാണ്. എന്നിട്ട് ലോകത്തുള്ള കറുത്തതിനൊക്കെ വർണ്ണിക്കുകയാണ്. അവസാനം ഇയാൾ സന്തോഷിച്ചിട്ട് അയാൾക്ക് എന്തോ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ ശത്രുവാണ് വെളുത്തൊരു കക്ഷി. പിന്നെ അയാൾക്ക് കിട്ടേണ്ടത് അവിടുന്നാണ്. അപ്പൊ കറുപ്പിനെ നശിപ്പിച്ച് വെളുപ്പിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആരാണെന്ന് നിങ്ങളെക്കുറിച്ച് ശ്ലാഘിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അവൻ പറ്റിക്കാൻ വന്നവനാണ്, വേറെ ഒരു ഉദ്ദേശവനില്ല എന്നാണ്. ഇനി അവങ്ങളെ പറ്റിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ നശിക്കുന്ന ഉറപ്പാണ്. കാരണം ഖലിസ്ഥാനി വെറുതെ അറിയില്ലല്ലോ. നമ്മളുടെ നഷ്ടപ്പെട്ടു, ഞാൻ എന്നുള്ള ആ സംഗതി നഷ്ടപ്പെട്ടു പോകും. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഗതികേട് വരും. എത്ര ഇന്നിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, എന്നാണ് ചർച്ച ചെയ്യുന്നത്? 926-ലാണ് ചർച്ച ചെയ്യുന്നത്.
ദൈവികമായ ജ്ഞാനത്തിൽ നിർഗളിക്കുന്ന ആ ഒരു രംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പം തന്നെക്കുറിച്ച് ഇത് കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, സ്തുതി കേൾക്കുന്ന ആളുകൾ, അവർ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിക്കണമെന്ന് ആലോചിക്കുന്ന ബുദ്ധി അവർക്ക് നഷ്ടപ്പെട്ടു വന്നു. പിന്നെ താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു സെക്രട്ടറി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നാലാൾ പറഞ്ഞ എന്തായി? താനെന്തോ ചെയ്തിക്കണമെന്ന് ആലോചിക്കില്ല. അതായത് ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞങ്ങളവിടെ റെഡിയാണല്ലോ എന്ന്. പിന്നെ അവൻ ചെയ്യാനുള്ള പണിയില്ല. അത് കേട്ടിട്ടില്ലല്ലോ, ഞാൻ ചെയ്യാത്ത എന്തൊക്കെയാണെന്ന് അവൻ ആലോചിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ആ അന നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഇനി ഒരു സംഗതി, അന അതായത് ഞാൻ എന്ന ഭാവം ഇല്ലെങ്കിൽ അവന് കർമ്മം ചെയ്യാൻ കഴിയില്ല. ഇതാണ് പറയുന്നത്. അവൻ്റെ കൂവത്തെ ഇരാതി, അവൻ്റെ ഇച്ഛാശക്തിയുടെ മുകളിൽ ഞാൻ എന്ന ഭരണകർത്താവ് ഇല്ലാത്തുമ്പോഴാണ് അവന് കർമ്മം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതെന്നാണ് ചർച്ച ചെയ്തു വന്നത്. അതിലെ 8 പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ ഞാൻ മരിച്ചത് കൊണ്ടാണ് ഇച്ഛാശക്തിയെ ഭരിക്കാൻ കഴിയാത്തതെന്ന്. അതിൽ 9ാമതായി ഖലീഫത്ത് മസീഹ് സാനി പറയുന്നത് ഇസ്സത്ത് നഫ്സി താഖത്ത് പൈദാക്കാൻ. നമ്മൾ സ്വന്തം നഫ്സിനൊരു ഇസ്സത്തോട്, സ്വാഭിമാനത്തിൻ്റെ ശക്തിയെ വളർത്തിയെടുക്കുക. നമുക്കൊരു ഇസ്സത്ത് നമ്മൾ തന്നെ കൊടുക്കുക. അല്ലാതെ എന്ത് നാണം കെട്ട പരിപാടി എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോകാൻ പാടില്ല. നമ്മളെ നഫ്സിന് അന്ന് വന്നൊരു ഇസ്സത്തിന്, ആ ഇസ്സത്തിന് അവിടെ നിർത്തണം. നമ്മൾ അതിനെ താഴത്തേക്ക് ഇറങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ഛാശക്തിയുടെ മുകളിൽ ഭരണമില്ലാതായി പോകും. നമ്മൾ വിചാരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അള്ളാഹ് തന്നിട്ടുള്ള ആ ഇസ്സത്തിനെ അതേപോലെ തന്നെ നിലനിർത്തണം. ഒരിക്കലും തരംതാണ അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം പോയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് പോകാൻ പോകരുത്. 3ാമത്തേത് വഖാർ, 10ാമത്തേത് വഖാർ. വഖാർ സ്റ്റാറ്റസിന് വാക്കിനർത്ഥമുള്ളൂ. അതിന് നേരെ വിപരീതം ചിച്ചോരപ്പ എന്നാണ്. ചിച്ചോരപ്പ എന്ന് പറഞ്ഞാൽ ആരെന്ത് കാട്ടില്ല എന്താ കാട്ടണമെന്ന് ചോദിക്കുക. നമുക്ക് ആവശ്യമുള്ള ഒന്നുമല്ല, വെറുതെ കണക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കുക. ഒരു കാര്യമില്ല. ഒരാൾ കൈക്കോട്ട് കളക്കാണ്. അപ്പോൾ അതിലൊരാൾ പോയി എന്താ ചെയ്യണമെന്ന് വെച്ച് കളക്കണമെന്നാണ്. കണ്ടിട്ടുണ്ട്, ഇതവിടെ നിൽക്കുന്നു പറഞ്ഞു. എന്താ ശരി കണ്ണോട്ടനെ കാണിച്ചു തരാമെന്നാണ്. കണ്ണുണ്ട്, പക്ഷേ കണ്ണാണില്ല. അപ്പോൾ വേറൊരാൾ വന്ന് അയാളോട് എന്തൊക്കെയൊക്കെ ചെയ്യണമെന്ന് വെച്ച് കളക്കാണ് പറഞ്ഞു. അപ്പോൾ മറ്റൊന്ന് വെച്ച് അല്ലെങ്കിൽ ഇന്നോട് നിൽക്കാൻ പറഞ്ഞു, അതാ കണ്ണോട്ടം ഒന്നുകൂടെ കണ്ടില്ലേ ചെന്ന് വെച്ച് കളക്കിന് കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് എന്താ ചെയ്യണമെന്ന്. ഇത് ചിച്ചോരാപ്പനാണ്. അതായത് നമുക്ക് ഒരു കാര്യമില്ലാത്തതിൽ ഇടപെടുക. ചിലത് വാഞ്ചകളുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ പലരും നമ്മൾ കാണാൻ കഴിയും, അത് വഖാറില്ലായ്മയാണ്, അവൻ്റെ സ്റ്റാറ്റസ് ഇല്ലായ്മയാണ്. തൊട്ടിലൊക്കെ പോയി തലയിടുക. അവനും അത് ചെയ്യാൻ വഴിയില്ല. ഒരിക്കൽ തമാശ പറഞ്ഞാണ്, ഒരാൾ കാലില്ലാത്ത ഒരാൾ ഇരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തിൽ സ്പോർട്സ് നടക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എന്താണ് ഈ സ്പോർട്സൊക്കെ നടത്തിയിട്ട് കാര്യം എന്ന് വെച്ച്. അപ്പോൾ AM എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ AM പറഞ്ഞു നിങ്ങൾക്ക് കാലില്ല, നിങ്ങളെന്തിനെ കുറിച്ച് ആലോചിക്കണമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിൽ തലയിടേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം ഈ ഒരു അർത്ഥത്തിലല്ല, ഈ കഥക്ക് ഇവിടെ പറ്റിയല്ല സാധനം. പക്ഷേ ഞാനിതിൻ്റെ ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കാലില്ലാത്ത അയാളുടെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി, ശരിയാണ്. പക്ഷേ അയാൾ അങ്ങനെയല്ല, അയാൾ വേറെ സ്ഥിരം ചോദിച്ച്. പക്ഷെ ഏതായാലും ആവശ്യമില്ലാത്തതിൽ പോയി തലയിടുക, അത് വഖാറിനെതിരാണ്. ഉമ്മീദ്, അതായത് നേരത്തെ ഞാൻ ഒന്ന് പറഞ്ഞ പ്രതീക്ഷ അള്ളാഹിനെ കുറിച്ചുള്ള, അങ്ങനെയല്ല, എന്നെക്കുറിച്ച് എനിക്കൊരു പ്രതീക്ഷ. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ. അതുകൊണ്ട് മനസ്സ് വളരും, തനിക്ക് ചെയ്യാൻ കഴിയും. ഒരിക്കലും ഒരു പ്രശ്നത്തിലും അതിപ്പോൾ ഇത് ഇവിടെ കൂടുന്ന ഖലീഫത്ത് മസീഹ് സാനി 11ാമത്തെ പറയുന്നത്. ഞാൻ ജനറലായിട്ടുള്ളൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, ലോകത്ത് മികച്ചു നിൽക്കുന്നൊരു പുസ്തകമാണ്. അതിൽ ഫസ്റ്റാണ് വെക്കുന്നത്. അതിൻ്റെ ഇച്ഛാശക്തി വളർത്തുന്നതിന് ആൾ വെക്കുന്ന ആളെ ഗവേഷണത്തിന് അയാൾ ഫസ്റ്റാണ് വെക്കുന്നത്. അവർ ഒരു സംഗതി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കാത്ത ഒരു സംഗതി ലോകത്താർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. നാസിസി പട യഹൂദികളെ അതിശക്തമായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം. ഗ്യാസ് ചാമ്പറിലേക്ക് യഹൂദികളെ ഒന്നിച്ച് തള്ളിവിടുകയാണ്.
ഒരു ഊഴത്തിൽ 2000 ആളെയാണ് ഒരിക്കൽ കത്തിക്കാൻ കഴിയുന്നത് അവിടെ. അതിൽ ഊഴം കാത്തു നിൽക്കുകയാണ് ബാക്കിയുള്ളവർ, എല്ലാവരെയും നഗ്നരാക്കിയിട്ടിരിക്കുകയാണ്. ഉമ്മപെങ്ങന്മാരെ ഭേദിച്ച് എല്ലാവിധത്തിലും മാനസികമായും തളർത്തി നിൽക്കുന്ന ഒരു സമൂഹത്തെ അടുത്ത് ഗ്യാസ് ചാമ്പറിലേക്ക് അയക്കാൻ നിൽക്കുന്നു. ബാക്കി ആരെങ്കിലും അവശേഷിക്കുന്ന അവൻ എന്തിനാണ് കാത്തിരിക്കുന്നത് വെച്ചാൽ ഈ അയച്ച ആളുകളുടെ ചാരം എടുത്തു കളഞ്ഞിട്ട് വേണം ഇവൻ അയക്കപ്പെടാൻ. അങ്ങനത്തെ രംഗത്ത് ഒരു ഹ്യൂമൻ സൈക്കോളജി പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണ്, നഗ്നനായിരിക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ സമൂഹത്തിന് ലോകത്തിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാത്ത വിധത്തിൽ യുവാക്കളെ ഞാൻ എങ്ങനെ വളർത്തിയെടുക്കും? ഇന്നത്തെ ഈ യഹൂദി രാഷ്ട്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ തലകളിൽ ഏറ്റവും ശക്തമായ തല അതായിരുന്നു. അതായത് താൻ നഗ്നനാക്കി ഇപ്പൊ ഗ്യാസ് ചാമ്പറിലേക്ക് വലിച്ചെറിയുമെന്ന് വിചാരിച്ചിരിക്കുന്ന അയാൾ ആലോചിക്കുന്നത് എൻ്റെ മുമ്പിൽ യുവാക്കളെ കിട്ടിയാൽ അവരെങ്ങനെ ഞാൻ ടീച്ച് ചെയ്ത് അവരെ ആത്മധൈര്യം കൊടുത്ത് അവരെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഞാൻ എന്തവർക്ക് ചെയ്തു കൊടുത്ത് അവരെ ലോകത്തിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാത്തൊരു സമൂഹമാക്കി മാറ്റും എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന് ചരിത്രം എഴുതുന്നതാണ്. ഇതൊരു ജൂതന് ഇത്രയും വലിയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ചെങ്കോലുകൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് എന്തുകൊണ്ട് വിശ്വാസം ഉണ്ടാവില്ല? അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഒരു കാര്യത്തിലും അസ്ഥാനത്തുള്ള പ്രതീക്ഷയല്ല, യഥാസ്ഥാനത്തുള്ള പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷയെ ഒരിക്കലും വിട്ടുപോകാത്ത ഒന്നാണ് ഞാനൊന്നാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇച്ഛാശക്തി ഉണ്ടാവുള്ളൂ, ഇച്ഛാശക്തി ഭരിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊന്ന് ഹുസ്മിസാജി, സന്തോഷത്തോടുള്ള പെരുമാറ്റം. അതേസമയത്ത് വൈകുന്നേരം മുസ്കു പിടിച്ച മോന്തണ്ടാവും. ഞാൻ ഒരിക്കലും കുറച്ച് ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ചെറിയ മോള് വന്നിട്ട് തീപ്പെട്ടി കൊണ്ട് എടുത്തിട്ട് പറഞ്ഞ് കത്തുമെന്ന് വെച്ച് അടുത്തിങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചൂടുകൊണ്ട് കത്തുമെന്ന് വെച്ചാണ്. ഒന്നും ചെയ്യാല്ല നമുക്ക്. അവളോട് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തീപ്പെട്ടി കൊണ്ട് എടുത്തിട്ട് എല്ലാം കുതിരാക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കൊടുത്ത് കത്തുവോ തമാശയിൽ. അപ്പോൾ നമ്മൾ ഒരു ദേഷ്യം പിടിച്ചിട്ട് ആൾക്കാർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ദേഷ്യം പിടിച്ച് ഒന്നും നടക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒന്നും ചിന്തിക്കാനും പറ്റില്ല. ഈ മോന്തങ്ങനെ വീർപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആൾക്ക് ലോകത്തെക്കുറിച്ച് നന്മയെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സുസ്മേരവദനായി ഒരു കണ്ടാച്ചിരിക്കുന്നൊരു സ്വഭാവം, അത് മനുഷ്യന്റെ ഞാനൊന്നാണ് എന്നുള്ള, ഞാനൊന്നും അല്ലാത്തവനാണ് ഇങ്ങനെ ഒത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഞാൻ വലിയ ആളാണെന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഞാനൊന്നും അല്ല എന്നുള്ള തോന്നലാണ് അവൻ അന്തർമുഖനായി അകത്തേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ ഉൾവലിയുന്ന സ്വഭാവം താൻ ഒന്നുമല്ല എന്ന് തോന്നുമ്പോഴാണ്. അതേസമയത്ത് താൻ എല്ലാവരോടും ചിരിച്ച് എല്ലാവരും ഒരു ഹുഷ്മിസാജി, അതിന് പിന്നെ സന്തോഷത്തോടുകൂടി എല്ലാവരോടും പെരുമാറുന്ന സ്വഭാവം, അതും താൻ എന്നുള്ള ആ ശക്തി വളർത്താൻ ആവശ്യമാണ്. ഇച്ഛാശക്തിയെ ഭരിക്കാൻ ആവശ്യമാണത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ പലതും വളരെ പ്രയാസകരമാണ്. കൊണ്ടുനടക്കുന്നത് വളരെ പ്രയാസകരം, ദുഷ്കരമാണ്. പക്ഷേ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഇൻമേ സെ ബഹുത് സി ബാतें ऐसी है जो मुश्किल है, ഇതിൽ പല കാര്യങ്ങളും അതികഠിനങ്ങളാണ്. लेकिन अगर कोई उनमें से चंद पर भी अमल करेगा तो उसमें ताकत पैदा होना शुरू हो जाएगी. എന്നാൽ അതിൽ ഏതെങ്കിലും ചിലതെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ആ ശക്തി ഉടലെടുക്കാൻ ആരംഭിക്കും. ये सब उमूर ज़हनी है, उनके मश्क इंसानी ज़हनी क़ुव्वते नशोनुमा पा सकते हैं. ഇതെല്ലാം ആത്മനിഷ്ഠങ്ങളാണ്, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അതിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തെ ഉത്തേജിപ്പിച്ചെടുക്കുവാനും നിങ്ങൾക്ക് പ്രവർത്തനമുള്ള ശക്തി പകരുവാനും സാധിക്കും. അതിന് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞാനെന്നുള്ള ആ ഭാവം നിങ്ങളിലേക്ക് വരികയും
നിങ്ങളുടെ ഇച്ഛാശക്തിയെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും. ഇത് പറയുന്നത് ദൈവികമായ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സാധാരണ ബുക്ക് വായിച്ചിട്ട് അങ്ങനെ ആവാന്ന് വിചാരിക്കലല്ല. നമ്മൾ എത്ര ധന്യരാണ് നമ്മളെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. मगर कभी ऐसा भी होता है कि अनानियत ही हद से बढ़ जाती है, उससे गुनाह पैदा होने लगता है. ഇത് നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു വശമാണ്. ഞാൻ എന്ന ഭാവം കൂടിയിട്ട് വരുന്ന പ്രശ്നം. ഇത്ര നേരം ഇച്ഛാശക്തി നശിക്കരുത്, മറ്റതല്ല, ഞാൻ എന്ന ഭാവം കൂടിയിട്ട് ഇച്ഛാശക്തിയിൽ പിന്നെയും കുഴപ്പങ്ങളുണ്ടാവുക. ഏതൊരു സംഗതിയും അതിൻ്റെ ബാലൻസിൽ നിന്ന് റെഡി, ബാലൻസിൻ്റെ മേലെ പോയ കുഴപ്പമാണ്. ചില ആളുകൾക്ക് ഇച്ഛാശക്തി കൂടുകയും അവരുടെ ഞാനെന്ന ഭാവം കുറച്ച് കൂടുകയും ചെയ്തതിൻ്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതിനെങ്ങനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിന് ഏകദേശം ഇതേ രൂപം തന്നെയാണ്, പക്ഷെ അല്പസ്വല്പ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറയാം. സാധാരണ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾ, ഒരു ഓഫീസർ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തെറ്റ് ചെയ്യുന്നു, വളരെ ചെറുതായിരിക്കും, നിസ്സാരമായിരിക്കും, പക്ഷെ കയറി പിടിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്, ഞാൻ നല്ലപോലെ ചീത്ത പറഞ്ഞിട്ടാണ്. ചീത്ത പറയുന്നത് മോശമായ ഭാഷയിലല്ല, നല്ല നിലയ്ക്ക്. അവൾ എന്ത് പണിയെടുത്ത് വന്നാലും അതിലുള്ള ഈ ഒരു ചെറിയ ഡിഫക്റ്റ് കണ്ടുപിടിക്കും, എന്നിട്ട് ഫയർ ചെയ്യും. എല്ലാ പണിയും ചെയ്ത് വന്നൊരു പാവമായിരിക്കും, കഷ്ടപ്പെട്ട് വന്നിട്ട് അതിൽ ചെറിയൊരു തെറ്റ് കണ്ടിട്ട് അത് ചെയ്യൂല എന്ന് ഇയാൾക്ക് ആദ്യം അറിയാം. അയാൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്, നാളെ ആദ്യം പറയില്ല. ഇപ്പം വരുമ്പോൾ പിടിക്കാൻ കാത്തിരിക്കണം. എന്നിട്ട് അതെന്താ ചെയ്യാമെന്ന് വയ്ക്കും. ആ സീല് വെച്ച് അതിൻ്റെ കത്തിൻ്റെ താഴേന്ന് വയ്ക്കും. ഇല്ല, അത് വെച്ചിട്ടില്ല, സീൽ വേറൊരിടത്ത് വെച്ചിട്ടുണ്ടാവും, ഇയാൾ കണ്ടിട്ടുണ്ടാവും, സീൽ ആൾ കാണൂല. അപ്പം ഇങ്ങനെ തൊട്ടന് പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ അന കൂടിയിട്ടാണത്. ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ലാന്ന്, എനിക്കൊന്നും ചെയ്യാൻ. അവർ ചെയ്യേണ്ടത് എൻ്റെ റബ്ബിൻ്റെ തലയിലുണ്ട്, അവന് ഇതേമാതിരി പിടിച്ചാൽ ഞാൻ നാട്ടിലിരിക്കൂല എന്നുള്ളതാണ്. അത് എപ്പോഴും ആലോചിക്കണം. വേറെ അനയുള്ള ആളുകൾ വേറെ അള്ള വെച്ചിട്ടുണ്ട്, അവരെന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രക്ഷ ഉണ്ടാവില്ല. അള്ളാനെ മാത്രമല്ല അല്ലാത്തവരുണ്ട്. അവനെ മനസ്സ് കുടുങ്ങിയ പെട്ടതാണ്, ഭയങ്കര പെടൽ പെടും. വേറെ ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അഭിനയിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും അയാൾ കുറച്ച് കരുണയൊക്കെ കാട്ടാൻ വേണ്ടി അഭിനയിക്കുക. നസീമത് വരുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുവരുന്ന പോയിന്റാണിത്. സംഗതി അവന് ശരീരത്തിൽ അങ്ങനെ കരുണയൊന്നുമില്ല, പക്ഷെ കരുണ കാട്ടാൻ വേണ്ടി അഭിനയിച്ച് കാണിച്ചു, കുറച്ച് കരുണയെ കാട്ടിയിട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളും, ആ ഭാഗത്തേക്ക് വന്നോളും. മറ്റൊന്ന്, ഒരു ഖയാലാത്ത് കി റാവ് ചലായൻ, അതെല്ലാ പ്രവൃത്തിയിലും വരുന്ന സംഗതിയാണ്. നേരത്തെ നമ്മൾ മസ്തിഷ്കത്തിൻ്റെ പ്രശ്നത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രവൃത്തിയുടെ പ്രശ്നത്തെയാണ് ചർച്ച ചെയ്യുന്നത്. കർമ്മത്തിൽ വരുന്ന പ്രശ്നമാണ്. പണ്ട് തന്നെ ആലോചിച്ച് വെച്ചിട്ട് വിട്ടുകളഞ്ഞാണ്, ചെയ്യണില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ വിട്ടുകളയാണ്. അവിടെ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഈ അന കൂടിയിട്ടാണ് ഈ പ്രശ്നം വരലെന്ന്. അതിൽ ഒന്നുള്ളത്, പിന്നെ ഖുർആനിലെ ആയത്തിന് വന്നാസിയാത്തി ഖറഖ, ആരെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ വിജയം കൈവരിക്കണമെന്ന് അഭിലഷിക്കുന്നുവെങ്കിൽ അവരതിൽ മുങ്ങിച്ചാവട്ടെ. അതായത് നമ്മൾ എന്താണോ വിചാരിച്ച അതിൽ തന്നെ അങ്ങോട്ട് മുങ്ങുക, അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു കുട്ടി ഭയങ്കരമായിട്ട് വിശന്ന്, അപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, വിശന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഷ് വെച്ച് രണ്ടും എത്ര വെച്ച് 4 റൊട്ടി ഇറങ്ങി. അത് മനസ്സിലാകുള്ളത് റൊട്ടിയാണ്. അപ്പം രണ്ടും അപ്പം അങ്ങനെ മുങ്ങുക. ഏത് നേരം മനസ്സതിലങ്ങോട്ട് ഊഴിനിറങ്ങുക, അതെന്നെ മണ്ടയിൽ കയറ്റി നടക്കുക. അവർ പിരാന്താക്കതിന് മനസ്സിലായ ആൾക്കാരുണ്ട്, അവർ പണിയെടുക്കും. അപ്പം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അല്ലാതെ രാവിലെ ഇരുന്ന് കണ്ട് ഇന്നൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, എഴുതി തൈലപ്പൊക്കെ ഉണ്ടാക്കി എഴുതി വെക്കും. എന്നിട്ട് അതിങ്ങനെ മടക്കി വെച്ച് അത് അവിടെ എത്തുന്നൂടി ഓർമ്മ ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് ഒരു ചിന്തയും പിന്നെ ഉണ്ടാവില്ല. അങ്ങനെയല്ല, അത് ചിന്തിച്ചിട്ട് അതെന്നെ മണ്ടയിൽ കയറ്റിയിട്ട് ചുറ്റി നടക്കുക. അപ്പോൾ പ്രശ്നം വരില്ല. നമ്മൾ എക്സ്കർഷന് പോകണ ദിവസം രാത്രി ഉറങ്ങിയാൽ നീക്കലുണ്ടല്ലോ, അതേമാതിരി എക്സ്കർഷൻ ദിവസം രാവിലെ 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞ് കിടക്കും. അതിന് അലാറത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 മണിക്ക് നീച്ചിട്ട് 4 മണിയായി നോക്കും, 2 മണിക്ക് നീച്ചിട്ട് 4 മണിയായി നോക്കും, പിന്നെ നീച്ചിട്ട് 3 മണിക്ക് നീച്ചിട്ട് 4 മണിയായ നോക്കൂല, പിന്നെ നീച്ച് കിടക്കൂല, പിന്നെ നടക്കലാണ്, നീ കിടന്നുറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് മണ്ടി കയറ്റി ഉറങ്ങി ഉറക്കം വരില്ല. അപ്പോൾ അതേപോലുള്ള ഒരു
തലയെ കയറ്റി വിടുക, ചിന്ത കയറ്റി വിടുക. ഇനിയുള്ളൊരു ചെറിയ പ്രശ്നം, അത് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം ചിന്ത കയറ്റി വിട്ടിട്ട് ആ ചിന്ത കുഴപ്പമാണ് ആൾക്കാരുണ്ട്. അടിയിൽ പറയാതെ പോയ പ്രശ്നമാണ്. ഇപ്പം നിസ്കാരത്തിൽ ചിന്ത വരണം എന്ന് വിചാരിച്ച് ഭയങ്കര മെനക്കെട്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ ചില ആൾക്കാരെന്താ പറയുന്നത് വെച്ചാൽ, നിസ്കാരത്തിൽ എനിക്ക് തബ്ലീഗിൻ്റെ പോയിൻ്റൊക്കെ ഓർമ്മ വരുന്നു. അത് പിരാന്താണ്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ചിന്ത അവൻ്റെ കയ്യിലല്ല ഉള്ളത്. ചിന്ത ഉണ്ടവന്, പക്ഷെ അത് ആലോചിച്ച് പോകുന്നത് വേറെ വയ്ക്കാണ്. അവൻ്റെ കബ്സയിൽ നിന്ന് അവൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാർ പിന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാക്കാൻ നിൽക്കരുത്. കഴിയണമായി നിസ്കരിച്ചാൽ മതി. ആലോചിച്ച് ചിന്ത ഉണ്ടാക്കുക. ആ ചിന്ത ആലോചിച്ചുമ്പോൾ ചിന്ത കയ്യിൽ നിന്ന് വിട്ട് വേറെ വയ്ക്ക് പോവാണ്. ഞാനിത് പറയുന്നത് മറ്റേ സാധാരണ ഭ്രാന്തിനുള്ള അർത്ഥത്തിലല്ല, അവൻ്റെ ഈ ചിന്തയ്ക്ക് ഭ്രാന്ത് വയ്ക്കണമെന്നാണ്. ആവശ്യമില്ലാത്ത ചിന്ത വയ്ക്കുന്നതോടെ. അപ്പം അവിടെ തെബലീനെ കുറിച്ച് തെളിവുകൾ ഓർമ്മ വരും. ഖലീൽ സാനിയാൻ്റെ നമ്മൾ ഡൽഹിയിലെ യാഥാജാത്തി എന്ന് പറയും. അവിടെ തെളിവുകൾ ഇങ്ങനെ ഓർമ്മ വരികയാണെങ്കിൽ അപ്പോൾ അവൻ നിസ്കാരത്തിന് നിസ്കരിക്കണം. അപ്പോൾ തെളിവ് ഓർത്തിരിക്കുകയാണെങ്കിൽ അവൻ ശ്രദ്ധനെ കൊണ്ടുവന്ന്, പക്ഷെ ശ്രദ്ധ കൊടുത്തിട്ട് അത് വേറെ വഴിക്ക് ഇങ്ങനെ പോയി. അപ്പോൾ അങ്ങനത്തെ ആൾ പിന്നെ ശ്രദ്ധനെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാം ശ്രമിക്കേണ്ടത് കഴിയണമാതിരി നിസ്കരിക്കുക. വല്ലാതെ ശ്രദ്ധനെ മനക്കെട്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതാണ്. വേറെ ഒരു സംഗതി, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഖുവ്വത്തെ ഇരാദി അഥവാ ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു സംഗതി ആരെന്ത് ചെയ്താലും എനിക്കൊരു കൂസലുമില്ല എന്നുള്ള. വേറെ ആരെന്തേലും വിചാരിച്ചാൽ നമുക്കെന്ത് ചെയ്യാം, അതിലെന്ത് കിട്ടാൻ പോകണം. എന്ത് ചെയ്താലും ആർക്കെങ്കിലും എന്തെങ്കിലും വിചാരിക്കാനുണ്ടാവും. എന്ത് തെറ്റ് ചെയ്താലും ന്യായം, അമ്മാനെ തച്ചാലും ന്യായം ഉണ്ടാവും എന്ന് പറയും. അതേപോലെ എന്തെന്നെ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ വേറൊരുത്തന്നെ എന്തെങ്കിലും ആലോചിക്കാണ്ടാവും. കാരണം അത് ഈ പറഞ്ഞ ആളാണ് നിസ്കാരത്തിൽ ചിന്ത, പിന്നെ തബ്ലീഗ് ആലോചിക്കണ എങ്ങനെയാണ്, അതിനെക്കുറിച്ച് ആലോചിക്കുക, വേറെ എന്താ അതിൻ്റെ അപ്പുറത്തുള്ള ആലോചിക്കുള്ളൂ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഖുവ്വത്തെ ഇരാദി, നമ്മുടെ പിന്നെ ഇച്ഛാശക്തിയെ ശക്തമായി പിടിച്ചു നിർത്തി ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലാന്ന് പറയും. അതിൽ പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഇച്ഛാശക്തിനെ എപ്പോഴും നമ്മളെ കൺട്രോളിൽ നിൽക്കാവുന്ന ഒരു മരുന്നുണ്ട്. വളരെ വിപുലമാണത്, പക്ഷെ സമയം തന്നെ അനുവദിക്കുന്നില്ല. എന്നെ ഒരു ഓടിപ്പിച്ചതിൻ്റെ എണ്ണം മാത്രം പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. അത് 13 ആയത്തുകളിൽ അധിഷ്ഠിതമാണ്. അതാണ് ഖലീൽ സാനി പറഞ്ഞ 13 ചേരുവകൾ ചേർത്ത ഒരു കഷായാണത്. അതിലൊന്ന്, എന്നെ സൃഷ്ടിച്ചത് അള്ളാഹിനെ ആരാധിക്കാനാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്, അത് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് തന്നിട്ടുണ്ട്, ഞാനത് ചെയ്യേണ്ടവനാണെന്ന് ആദ്യം മനസ്സിലാക്കരുത്. രണ്ടാമത്തത്, മനുഷ്യനെ വലക്കത് ഖലഖന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ ശക്തികൾ കൊടുത്തിട്ടാണ് പടച്ചവനെ മനുഷ്യനെ സൃഷ്ടിച്ചാൻ. ആലോചിച്ച് നോക്കി, നമ്മളുടെ ശക്തികളെ ഉത്തേജിപ്പിക്കാതൊന്നും കിട്ടൂല. കോഴിക്കുട്ടി അതിൻ്റെ പിന്നെ ചിറകിൻ്റെ ഉള്ളിലിരുന്ന് കുറേ കഴിഞ്ഞിട്ട് അതിന് മേലെ കിട്ടാൽ കുറച്ച് പറന്നിട്ട് താഴത്തേക്ക് വെക്കും. അതേ സമയത്ത് നിങ്ങളൊരു പ്രാവിനെ കൂട്ടിലിട്ട് വളർത്തിക്കോ, കുറേ ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കുട്ടിയും വിരിഞ്ഞിട്ട് ആ കുട്ടിനെ പുറത്തേക്ക് ഇട്ടാൽ അത് പറന്നു പോകും. കോഴിനെക്കാണ് കൂടുതൽ പറക്കും. ഒരു കഥ പറയുന്നുണ്ട് ഒരാൾ, ഈ സംഗതി ജനറലായിട്ടൊരു പുസ്തകത്തിനെ വായിച്ചാണ്. ഒരു കോഴിക്കുട്ടിയുടെ, ഒരു കോഴിക്ക് അടവെക്കുമ്പോൾ ഒരു പരുന്തിൻ്റെ മുട്ട കിട്ടിയ ഒരാൾക്ക്. അപ്പോൾ അതിന് കോഴിക്കട വെച്ച്, അങ്ങനെ കോഴിക്കട വെച്ച് കോഴി വിരിച്ച് കോഴിയുടെ മാതിരി തന്നെ ചെത്തിക്കൊത്തി അങ്ങനെ തിന്നുകൊണ്ട് ഈ പരുന്തും കുട്ടി ഇങ്ങനെ നടക്കുകയാണ്. കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ രൂപത്തിൽ ചെറിയ വ്യത്യാസം കണ്ടു, പക്ഷെ പരുന്തുകുട്ടിക്ക് അറിയില്ല ഞാൻ പരുന്തുകുട്ടിയാണ്. അതിലൊരു ദിവസം അതിനെക്കുറിച്ച് അതിന് പ്രത്യേകത ഉണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ ഒരു പരുന്ത് പറക്കുന്നുണ്ട്. അപ്പോൾ ഇതും നോക്കി ഇങ്ങനെ പറക്കാൻ പറ്റുമെന്ന്, കാരണം തൻ്റെ മാതിരി തന്നെ സാധനമാണല്ലോ എന്ന് വിചാരിച്ച് പറന്നപ്പോൾ നേരെ പറന്നു പോയി. അപ്പോൾ അതിനാ കഴിവുണ്ട്, പക്ഷെ അതുണ്ട് എന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുമ്പ് അത് കോഴിയുടെ മാതിരി തന്നെ നടന്നത്. പക്ഷെ കഴിവ് തന്നെ ഇതിനാണ്, ഈ കഴിവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞത്. അപ്പോൾ നമുക്കുള്ള കഴിവുകൾ അതിശക്തമായിട്ടുള്ള ഏറ്റവും ടോപ്പ് കഴിവിലാണ് അള്ളാഹു നമ്മളെ പടച്ചിട്ടുള്ളതെന്നുള്ള ഓർമ്മ നമുക്ക് വേണം. അതില്ലാതെ ഞാനെന്തോ ഇല്ലാത്തതാണെന്ന് വിചാരിച്ചിങ്ങനെ നടന്നിട്ടുണ്ട്, എന്നും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്,
അള്ളാഹു ജീവനാടിയേക്കാൾ അടുത്താണ്. എൻ്റെ റബ്ബ് ദൂരത്തൊന്നുമല്ല, എൻ്റെ ജീവനാടിയേക്കാൾ അടുത്തുള്ളവനാണ്. എൻ്റെ റബ്ബിനെ എനിക്ക് എപ്പോഴും കിട്ടും എന്നുള്ള അവബോധം. ഞാൻ വേറെ തരേണ്ട ആവശ്യമില്ല. അള്ളാഹ് എൻ്റെ ജീവനാടിയേക്കാൾ അടുത്തുള്ളവനാണ്. എൻ്റെ റബ്ബിനെ ഞാൻ വിളിക്കാതെ തന്നെ അവന് കേൾക്കും. അത്രയും അടുത്താണുള്ളത് എന്നുള്ളൊരു അവബോധം എപ്പോഴും ഉണ്ടാവുക. വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖൂന ലാ യഅലമൂൻ. യഥാർത്ഥത്തിലുള്ള ഇസ്സത്ത്, അന്തസ്സ്, ആഭിജാത്യം മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിനും അവൻ്റെ റസൂലിനുള്ളതാണ്. മുനാഫിക്കുകൾക്ക് അവരെ അറിയില്ല. അപ്പം എനിക്ക് അള്ളാഹു തന്നിട്ടുള്ള അള്ളാഹിൻ്റെ വലിയായി തീരാനുള്ള ആ അന്തസ്സ്, അള്ളാഹുവിൻ്റെ പ്രീതനായി തീരാനുള്ള ആ അന്തസ്സ്, അതെനിക്കുള്ളതാണ്. മുനാഫിക്കല്ല ഞാൻ മൂമിനാണെങ്കിൽ എനിക്കത് കിട്ടും എന്ന ഉറച്ച വിശ്വാസം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇബ്ലീസിനോട് അള്ളാഹ് പറഞ്ഞു, എൻ്റെ ഇബാദ്, എൻ്റെ ദാസൻ, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ അടുത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഞാൻ ആ അബ്ദിൽ, എൻ്റെ റബ്ബ് അഭിമാന പുരസ്സരം എടുത്തു വെച്ച ആ അബ്ദിൽ ഞാനും ഉൾപ്പെട്ടവനാണ്. ഞാൻ ഇബാദത്ത് ചെയ്യും, എന്നെ പടച്ചവൻ ശൈത്താൻ രക്ഷപ്പെടുത്തും എന്ന വിശ്വാസം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹ് എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞാൽ അവൻ ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിലും അവന് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടാവില്ല. വരാനുള്ള കാര്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാര്യത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് റബ്ബാണെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഞാനുള്ളത്. എനിക്കെൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. വരും കാലത്തിൽ ഞാൻ എന്തോ ആയിപ്പോകുന്നുള്ള പേടി എനിക്ക് ആവശ്യമില്ല എന്ന് നമുക്കൊരു ഓർമ്മ. വലാ തയസു മിൻ റൗഹില്ലാഹി ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിനുവേണ്ടിയാണ് റഹ്മത്തുൽ ആലമീൻ അയച്ചത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഓരോ മനുഷ്യനും റഹ്മത്താകുന്നതിന് വേണ്ടി അയച്ചതാണ്. ആ റഹ്മത്ത് എനിക്കുണ്ടെങ്കിൽ, റസൂലുള്ളാഹിനെ അംഗീകരിച്ച ഒരാളാണ് ഞാനെങ്കിൽ, നിശ്ചയമായും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവനെ പ്രാപിക്കും. അവൻ്റെ കരുണയിൽ നിന്ന് ഹതാശനാകുന്നവൻ കാഫിറല്ലാതെ മറ്റാരുമില്ലെന്ന് ഖുർആൻ പറയുന്നു. അവൻ ഞാൻ കാഫിറാവുകയില്ല. എനിക്കൊരിക്കലും കാഫിറാകേണ്ട ആവശ്യമില്ല. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നത്തു തുർജി ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് ചെയ്താലും ആ ചെയ്യുന്നതോടുകൂടി ഒട്ടനടി നടക്കുന്ന മർദിയ, അള്ളാഹിൻ്റെ തൃപ്തി എനിക്ക് കിട്ടും. ഞാൻ ചെയ്യുന്ന തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ ഉടനെ തന്നെ മർദിയ, അള്ളയും എന്നെ തൃപ്തിപ്പെടും. ആ രണ്ടും എൻ്റെ റബ്ബിന് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്തിരിയേണ്ട ആവശ്യമില്ല എന്നുള്ള ബോധം. യൂലഹുൽ ഖബൂൽ. ഒരാൾ നന്മ ചെയ്യുമ്പോൾ അള്ളാഹു അയാൾക്ക് വേണ്ടിയിട്ട് ഖബൂലിയത്ത് ഇറക്കിക്കളയും. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകാര്യത ഇറക്കിക്കളയും. എൻ്റെ റബ്ബ് എനിക്ക് അതിറക്കും, അതിന് ഞാൻ നന്മയെ ചെയ്യുള്ളൂ എന്നുള്ള തോന്നൽ. വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഭൂമിയിലുള്ള സർവസ്വവും അള്ളാഹുവിനെ പ്രാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഫ്രീ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. എല്ലാം വെറുതെ നമ്മുടെ സഖറലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഖിദ്മത്ത്, നിങ്ങളുടെ സേവനം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു ഫ്രീ ആയിട്ട് വെച്ച് തന്നിട്ടുള്ളതാണ്. അതെനിക്ക് വെച്ച് തന്നത് എൻ്റെ റബ്ബിനെ കാണാൻ വേണ്ടിയാണ്, എൻ്റെ റബ്ബിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതെനിക്ക് ആ ബോധം ഉണ്ടായിരിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ്. അതിൻ്റെ തെളിവ് എന്താണ്? അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ട് ആളുകൾ നിഷേധങ്ങൾക്കെതിരിൽ അതികഠിനമാണ്. കല്ല് ചില്ലിലിട്ടാലും ചില്ല് കല്ലിലിട്ടാലും കല്ലല്ല പൊട്ടുന്നത്, ചില്ലാണ്. അതിനെയാണ് ഷദീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിഷേധം എത്ര വന്നാലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഞാൻ ഒരിക്കലും എനിക്കൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആരെന്നോട് വന്നു മുട്ടിയാലും അവൻ സ്വയം പൊട്ടുമെന്നല്ലാതെ എനിക്കൊരു ചുക്കും സംഭവിക്കുകയില്ല എന്ന ബോധം. കൂനു മഅ സ്വാദിഖീൻ. നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെ ആയിത്തീരുക എന്ന അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. ഞാനും ആ സാദിഖീങ്ങളിൽപ്പെട്ട ആളാവണം. എൻ്റെ കൂടെ ആയിരിക്കണം. നിൽക്കുന്നവർക്ക് അതിന് ഗുണം കിട്ടണം. അതായത് ഞാൻ നിൽക്കുമ്പോൾ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള ഒരവസ്ഥയല്ലാതെ അള്ളാഹുവിനെ വിട്ടുപോകാനുള്ളൊരവസ്ഥ ഞാനും കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. ഈ അവബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. അതേസമയത്ത് ഞാൻ സാധിക്കല്ല, എൻ്റെ കൂടെ വേറെടുത്തു നിന്ന് അവൻ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് വളരെ വലിയ അപകടമാണ്. ആ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുകയില്ല. എന്നോടുള്ള കൽപ്പനയാണിതെന്ന് ഞാൻ മനസ്സിലാക്കണം. ലാ യസ്ഖാ ജലീസുഹും ഹദീസിൽ വന്ന് അവരുടെ അടുത്തിരിക്കുന്നവൻ ഒരിക്കലും ഹതഭാഗ്യനാവുകയില്ല. അവൻ്റെ കൂടെ ഒരു നിമിഷം ഇരുന്നാൽ അവന് സൗഭാഗ്യമല്ലാതെ ദുർഭാഗ്യത അവനൊരിക്കലും ലഭ്യമാവുകയില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഞാനും ആ കൂട്ടത്തിലാകണം എന്നുള്ള അവബോധം നമുക്കുണ്ടായിരിക്കണം. അവസാനമായി പറയുന്നത് വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫഇൻ മിതാഹുമുൽ ഖാലിദൂൻ.
ഈ ലോകത്ത് ഒരിക്കലും നമ്മളെന്നും താമസിക്കുന്നവരല്ല. ഒരിക്കലും ഈ ലോകത്ത് നമ്മളെ കൊണ്ട് താമസിക്കാൻ ഓർത്തില്ല. നമ്മൾ പോകേണ്ടത് അള്ളാൻ്റെ അടുത്തേക്കാണ്. പോകുമ്പോൾ ഒറ്റക്കാണ് പോയി നിൽക്കേണ്ടത്. ഒരുത്തനും നമ്മുടെ കൂടെയില്ല. നമ്മുടെ സ്വത്തോ നമ്മുടെ സമ്പത്തോ നമ്മുടെ സ്വാധീനമോ നമ്മുടെ അറിവോ നമ്മുടെ കഴിവുകളോ ഒന്നും തന്നെ ഇല്ലാതെ തുണി പോലും അള്ള തന്നെങ്കിൽ മാത്രം മുത്തക്കികൾക്കും തുണി കൊടുക്കപ്പെടുമെന്നും ഹദീസിലുണ്ട്. അള്ള തന്നെങ്കിൽ മാത്രം വസ്ത്രവുമായിട്ട് ഒരാളെ മുമ്പിലല്ല, ലോക ആരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായ, ഇനി ഉണ്ടാകാൻ പോകുന്ന ഖിയാമത്ത് വരെ ഉണ്ടാകുന്ന മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ് ഒറ്റക്ക്. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് തന്നെ ചെയ്താലും ആ ഒറ്റക്ക് നിൽക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ വസ്ത്രവുമായിട്ട് എനിക്ക് നിൽക്കണം എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഈ കാര്യങ്ങൾ ഇച്ഛാശക്തി ഉണ്ടാകുന്നതിനുള്ള കഷായത്തിലെ ചേരുവകളാണെന്ന് 14 കാര്യങ്ങൾ ഖലീഫത്ത് മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഈ 14 കാര്യങ്ങൾ കൊണ്ട് ഇച്ഛാശക്തി വളരുന്നു. ഇനി ആരെങ്കിലും തൻ്റെ നന്മകൾ ചെയ്യുവാനും തിന്മകൾ ഒഴിവാക്കാനും ഉദ്ദേശിക്കുന്നെങ്കിൽ അവർക്കുള്ളാവുന്ന മറ്റു ചില കാര്യങ്ങളോട് സൂക്ഷിക്കാനുള്ളത്, നമ്മളെപ്പോഴും നമ്മളൊരു ഉറ്റ സുഹൃത്തിനെ സ്വീകരിക്കുക. നമ്മൾ എന്തെങ്കിലും തിന്മകൾ കാണുമ്പോൾ സിമ്പതിയോടുകൂടി നമ്മളോട് പറയാം. അത് കുഴപ്പത്തിലാക്കരുത്. സുഹൃത്ത് എന്ന് പറഞ്ഞത് അങ്ങനത്തെ സുഹൃത്തായിരിക്കണം. സുഹൃത്ത് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വിശ്വാസം വേണം. സുഹൃത്ത് അത്ര സുഖം വേറൊന്നിലുമില്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ സുഖം ലോകത്ത് വേറൊന്നിലുമില്ല. എല്ലാം മറന്ന് എന്തിനും ടോളറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത്, അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ നമ്മുടെ തിന്മകളെക്കുറിച്ച് നമ്മളോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു തരാൻ പറ്റിയ ഒരാളെ നിർത്താം. അതല്ല, നേരെ തിരിച്ചു ആവാം. നമ്മൾ തിന്മകൾ ലോകത്ത് കാണുമ്പോൾ അതൊന്ന് മാറി നിൽക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. സുഹൃത്ത് വേണ്ട, ആരോ ആവട്ടെ. മാമൂൻ റഷീദിനോട് ചോദിച്ചു, മിൻ അയിനത്തെ അദ്ദബ്ത, നീ എവിടുന്നാണ് അദബ് പഠിച്ചത്? മല്ല അദബലഹു, അദബില്ലാത്തവരെന്നാണെന്ന് പറഞ്ഞു. അദബില്ലാത്തവനെ കണ്ടാൽ അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് കണക്കൂട്ടി. മറ്റൊന്ന്, നമ്മളുടെ ശത്രുക്കൾ നമ്മളെക്കുറിച്ച് പല തിന്മകളും എടുത്തു പറയും. അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക. വാസ്തവത്തിൽ അത് നമ്മളിലുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ അതിന് മാറാനുള്ള വഴികൾ ആരായുക. മറ്റൊന്ന്, നമ്മളെക്കുറിച്ച് നന്മ പറയുന്ന ശത്രുക്കളുണ്ട്. അപ്പോൾ അത് ഒറിജിനൽ നമ്മളിലുള്ളതാണോ, ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്തേണ്ടതല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മെനക്കെട്ടാൽ ഫിക്രത്തെ അന്നീക്ക് അബദ്ധാലേ, അതായത് ചിന്തിച്ചുകൊണ്ട് ഉടനെ കടപെടാൻ ചെയ്യാതെ ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ചെയ്യുക. അല്ലാതെ കാള പെറ്റു പറഞ്ഞപ്പോൾ കയറെടുത്തുന്നു. അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞവനെ കെട്ടാനാണെന്ന്. അത് വേറൊരു ജൽദുബാസിയാണ്. അതായത് ഉടനെ തന്നെ ചാടിപ്പടഞ്ഞ് മെനക്കെടാതെ സംഗതികൾ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് നീങ്ങുക. മറ്റൊരു സംഗതി, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച്, അതിൻ്റെ നന്മകളെക്കുറിച്ച് ആലോചിച്ച്, അതിൻ്റെ തിന്മകളെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ പരത്തി ആലോചിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന ജമാഅത്തിന് വേണ്ടി അതിൻ്റെ നന്മകൾ എവിടെയൊക്കെ, ഏതൊക്കെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ഒരു ചെറിയ കുട്ടികളോടൊരു കാര്യം പറയുന്നു, അതതിൻ്റെ വലുതായിട്ട് അതിൻ്റെ ഉമ്മയാവുമ്പോൾ അതിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ആ മക്കൾ അതേ ഒരു ട്രഡീഷനിൽ പോകുമ്പോൾ അതിൻ്റെ അടുത്ത മക്കൾക്ക് കൊടുക്കും. ഇന്നൊരു ചെറിയ കുട്ടിയോടായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ വരായികളുടെ വളരെ വിശാലമായ മൈതാനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആലോചിക്കുന്ന സ്വഭാവം. ഏതെങ്കിലും നല്ല ഒരു കാര്യത്തോട് നമുക്ക് അടുപ്പം തോന്നില്ല, തീയതിനോടാണ് അടുപ്പം എന്നിരിക്കുക. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതൊന്ന് നിർത്തി പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യത്തിൽ നിന്ന് വിലങ്ങി നിൽക്കാൻ നമ്മൾക്ക് കഴിയാതിരിക്കുകയാണെങ്കിൽ അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് ചിലത് നമ്മൾ വിലങ്ങി നിൽക്കുക. അപ്പം വിലങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവും, അതിനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടായി കിട്ടും. അനുവദിക്കപ്പെട്ട ഒരു കാര്യം ഒരാൾക്ക് ആവശ്യമുള്ളൊരു സംഗതി ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന സ്വഭാവമാണ്. പക്ഷേ അതിന് മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് അയാൾ മാറി നിൽക്കുക കുറച്ച് ദിവസം. അങ്ങനെ മാറി നിന്നിട്ട് അതിന് ട്രെയിനിങ് സ്വന്തം തനിക്കൊരു വിൽ പവർ സ്വയം ഉണ്ടാക്കുക. തൻ്റെ നഫ്സിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ട്, എന്തൊക്കെ ഗുണങ്ങളുണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ പിന്നെ മറ്റവൻ്റെ കുറ്റം കാണാനുള്ള സമയം കിട്ടൂല അവന്. അതില്ലാത്തവൻ, അവനെ നഫ്സിനെക്കുറിച്ച് ചിന്തിക്കാത്തവനാണ് മറ്റവൻ്റെ കുറ്റം കണ്ടുകൊണ്ട് നടക്കുന്നത്. അവൻ ചൊറിയുന്നവനാണ്. മുറിയിൽ ചൊറിഞ്ഞാൽ സുഖമുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞ് നീറും, അത് പഴുക്കും, അത് ഇൻഫെക്ഷനാവും, അവൻ്റെ കാല് പോവും. അതേപോലെ മറ്റവൻ്റെ ഇതിലുള്ള സുഖം എന്നുള്ളത് ചൊറിച്ചിൽ മാത്രമാണ്. അതുകൊണ്ട് സുഖം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വിധത്തിലുള്ള ഗുണമില്ല, അതിൻ്റെ അപ്പുറം കുഴപ്പമായിട്ട്. നേരെ മറിച്ച് അവനവൻ്റെ നഫ്സിനെ മാന്തിയെടുക്കാൻ കഴിഞ്ഞാൽ അത് എന്നും ചികിത്സിക്കാനുള്ളൊരു മാർഗം കൂടിയാണ്. നമ്മുടെ ലക്ഷ്യം വളരെ സമുന്നതമാണ്. ഒരു കാലത്തിലെ മസീഹിൻ്റെ കരങ്ങളിൽ കൈ കൊടുത്ത് അള്ളാഹുവിൻ്റെ കയ്യിലേക്ക് കൈവച്ച ആളുകളാണ്. ആ ലക്ഷ്യം ഒരിക്കലും അതിൻ്റെ താഴെയുള്ള സാധാരണ നാടൻ ഭാഷയിൽ പോലെ അണ്ടനും അരങ്കോടനും അവൻ്റെ കൈകളിലേക്ക് കൈകൾ കൊടുക്കരുത്. നമ്മൾ കൊടുക്കുന്നത് റബ്ബിൻ്റെ കൈകളിൽ കൈയെത്തിച്ച് പിടിച്ചു തന്ന മസീഹിൻ്റെ കയ്യിൽ കൈവച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും സമുന്നതമായ ലക്ഷ്യം. തരം താണ ആളുകളിലേക്ക് ആ കൈ നമ്മൾ പിന്നെ തൊടാൻ പോലും അനുവദിക്കില്ല എന്ന നിലയിലുള്ള ഉന്നതമായിട്ടുള്ളൊരു ലക്ഷ്യബോധം നമുക്കുണ്ടാവണം. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഏറ്റവും പ്രധാനവും ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ളത് പ്രാർത്ഥനയുടെ ശക്തമായ ആയുധമാണ്. ഈ രംഗങ്ങൾ പലതും നമ്മൾ പഠിക്കുന്നു, പലതും മറക്കുന്നു. പക്ഷെ ആവശ്യാനുസരണം അതാത് സമയങ്ങളിൽ ഓർക്കുവാനും അതാത് സമയങ്ങളിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുവാനും ഉള്ള ആത്മശക്തി യഥാർത്ഥത്തിൽ നൽകേണ്ടവൻ, ആ തേജസ് നൽകേണ്ടവൻ അള്ളാഹുവാണ്. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരയുക എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയാത്ത ഏതെങ്കിലും ഒരു വൈകല്യം ഒരാൾക്ക് ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് വീണ്ടും നന്മ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ശാരീരികമായ അസുഖമാണ്, അയാൾ ചികിത്സിക്കേണ്ടതാണ്. മറ്റു പ്രശ്നങ്ങൾ ആത്മീയ വിശുദ്ധരനെയല്ല അയാൾ തേടേണ്ടത്, ശാരീരികമായ അസുഖങ്ങൾ കാരണമാണ് അയാൾ തിന്മ ചെയ്യുന്നത്. और कहाँ से ऐसे अल्फाज लाऊं जो इस ग्रुप यानी जमात अहमदिया के दिलों पर कारगर हो. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എവിടുന്നാണ് ഞാനതിനുള്ള വാക്കുകൾ കൊണ്ടുവരിക? ആ വാക്കുകൾ കൊണ്ട് ഈ അഹമ്മദിയ ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘത്തിൻ്റെ മേൽ അവരുടെ ഹൃദയങ്ങളിൽ അത് ഫലിക്കണം, അത് പ്രയോജനമാകണം. അത് ഞാൻ എവിടുന്ന് വാക്കുകൾ കൊണ്ടുവരും? खुदाया मुझे ऐसे अल्फाज अता फरमा और ऐसी तकरीर इल्हाम करे जो उनके दिलों पर अपना नूर डाले और अपनी तरियाक़े खासियत से उनके ज़हर को दूर करे. എൻ്റെ റബ്ബേ, എനിക്ക് നീ തക്കതായ വാക്കുകൾ നൽകിയാലും എൻ്റെ ഭാഷണം നീ ഇൽഹാമായിട്ട് എനിക്ക് നൽകിയാലും അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശം നിറക്കണം. എനിക്ക് അവരുടെ അതിൻ്റെ ശക്തി കൊണ്ട്, അതിൻ്റെ മറുമരുന്നിൻ്റെ ശക്തി കൊണ്ട് അവരുടെ ഹൃദയത്തിലുള്ള വിഷങ്ങൾ ദൂരീകരിക്കണം. മേരി ജാൻ ഷോഖ് സെ തടപ്പ് രഹി ഹെ, എൻ്റെ ജീവൻ ഇതാ ഈ ആഗ്രഹത്താൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കബി വോ ദിൻ ഹോ കി അപ്നി ജമാഅത്ത് മേ ബകസ്രത്ത് ഐസെ ലോഗ് ദേഖോ. ഒരു ദിവസം വന്നണയണം, അന്ന് എൻ്റെ ജമാഅത്തിൽ ധാരാളമായ ആളുകൾ എനിക്ക് കാണണം. ജിനോനെ ദർഹക്കിക്ക് ഝൂട് ഛോട് ദിയ, അവർ സത്യത്തിലെ വ്യാജത്തെ ത്യജിച്ചവരായിരിക്കണം. അവർ എക് സച്ചാ ഹദ് അപ്നെ ഖുദാ സെ കർ ലിയ, ഒരു സത്യമായിട്ടുള്ള പ്രതിജ്ഞ തൻ്റെ റബ്ബുമായി അവർ എടുക്കണം. कि वो हर एक शर से अपने तैम बचाएंगे, എല്ലാ ഷറുകളിൽ നിന്നും അവർ തങ്ങളെ ഒഴിവാക്കുമെന്നും और तकब्बर से जो तमाम शरारतों की जड़ें बिल्कुल दूर जा पड़ेंगे, എല്ലാ തിന്മകളുടെയും ദുഷ്ടതകളുടെയും വേരായ അഹംഭാവത്തിൽ നിന്ന് അവർ വിദൂരമായി നിൽക്കണം. और अपने रब से डरते रहेंगे, തൻ്റെ റബ്ബിനെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. ദുആ करता हूँ, ഞാൻ ദുആ ചെയ്യുന്നു. और जब तक मुझ में दम जिंदगी है, ഏതുവരെ എനിക്ക് ജീവനിൽ ജീവനുണ്ടോ, കിയേ ജാവുങ്ക, അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. और दुआ यही है, എൻ്റെ ദുആ ഇതാവുന്നു. खुदा ताला मेरी इस जमात के दिलों को पाक करे, അള്ളാഹുവിൻ്റെ ജമാഅത്തിൻ്റെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കട്ടെ. और अपना रहमत का हाथ लंबा करके उनके दिल अपनी तरफ फेर दे, തൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങൾ നീട്ടി തൻ്റെ ഹൃദയത്തെ അവനിലേക്ക് തിരിക്കുമാറാകട്ടെ. और तमाम शरारतें और कीने उनके दिलों से उठा दे, എല്ലാവിധത്തിലുള്ള ദുഷ്ടതകളും എല്ലാവിധത്തിലുള്ള ജുഗുപ്സ പകകളും വൈരാഗ്യങ്ങളും
അവരുടെ ഹൃത്തടങ്ങളിൽ നിന്ന് അള്ളാഹു എടുക്കുമാറാകട്ടെ. ഇത്രയും ശക്തമായ ഒരു പ്രാർത്ഥന ജീവിതം മുഴുവൻ ചെയ്ത, മസീഹിൽ വിശ്വസിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ആ പ്രാർത്ഥന നമുക്ക് ഫലിക്കും എന്നൊരു വിശ്വാസം കൂടി നമുക്കുണ്ട്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. ആമീൻ.